വേഫാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് 30 hours ട്രെയിനാണ്. അങ്ങനെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ ലൈബ്രറി കാണുവാണ് ഗൈസ്. സേ ഹായ് ടു മൈ വ്ലോഗ്. ഗൈസ് അങ്ങനെ ഫുള്ള് മൂഞ്ചിട്ടുണ്ട്. എയർപോർട്ടിലെത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. I think when you have a free time, you can travel to there. അങ്ങനെ ഫസ്റ്റത്തെ വ്ളോഗ് അത്. ലൈക്ക് ഇങ്ങനത്തെ വ്ളോഗ് ഇതുവരെ ഇട്ടിട്ടില്ല. പണ്ടിട്ടിട്ടുണ്ട്, ബട്ട് ഈ ഒരു ചൈന സിറ്റുവേഷനിൽ ഇട്ടിട്ടില്ല. എന്തായാലും ലാസ്റ്റ് ഡേ ഇൻ വെയ്ഫാങ്. 2 വാക്ക് പറയൂ. പറ വെയ്ഫാങ്ങിനെ കുറിച്ച് പറ. ഇത്ര നാളെ എങ്ങനെ ഉണ്ടായി ഇവിടുത്തെ ജീവിതം? തള്ളാനല്ല പറഞ്ഞത്, സത്യം പറ. അങ്ങനെ ഗൈസ് ഞങ്ങൾ വെയ്ഫാങ് വിട്ട് പോവാണ്. ഇതായിരിക്കും എന്റെ ഫസ്റ്റത്തെ വ്ളോഗ്. ഓക്കെ, അപ്പൊ കാറ് ഉണ്ടായേനെ. എനിക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോ ലൈക്ക് ഒരു ഐഡിയ ഇല്ല ഇങ്ങനെ വ്ളോഗ് എടുക്കാൻ. ഷെയ്ക്ക് ഉണ്ടോ അങ്ങനെ വീഡിയോ എടുക്കുമ്പോ ഇതുവരെ ബുദ്ധിമുട്ട് തോന്നിട്ടോ. പക്ഷെ ഇങ്ങനെ എടുക്കുമ്പോ എന്തോ അല്ല. എങ്ങനെയല്ലേ യൂട്യൂബേഴ്സ് ഒക്കെ വീഡിയോ എടുക്കുന്ന ഇതെങ്ങനെ? കാർത്തിക് സൂര്യ എന്താ ചെയ്യും ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ. യോ ഗൈസ്, അങ്ങനെ നമ്മൾ വെയ്ഫാങ് യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലാണ്. അപ്പൊ ഇവിടെ നിന്ന് ഞങ്ങള് ചെങ്ഡുവില് പോയിട്ട് അവിടെ നിന്ന് സിച്വാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകും. വേഫാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് 30 hours ട്രെയിനാണ്. അപ്പൊ അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും, കിടിലൻ വീഡിയോ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചാണ് ഇപ്പൊ വ്ളോഗ് എടുക്കുന്നത്. അങ്ങനെ വന്ന വഴിക്ക് കിടിലൻ സാധനം, രണ്ടും കൊള്ളാം, പൊളി സാധനം. അങ്ങനെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ ലൈബ്രറി കാണുവാണ് ഗൈസ്. ഇനി ലൈബ്രറി ഈ വഴി ഇതൊന്നും കാണില്ല. കുറെ കാലം കഴിയുമ്പോൾ ഒരു പ്രാവശ്യം തിരിച്ചു വരാല്ലേ, ലൈക്ക് വേർ ഇറ്റ്സ് സ്റ്റാർട്ടഡ്. എനിക്ക് അങ്ങനത്തെ ഒരു ഹാബിറ്റ് ഉണ്ട്. ലൈക്ക് ഞാനിപ്പോ ജോലിക്കൊക്കെ പോയിട്ടുള്ള സ്ഥലമില്ലേ, അവിടെ എനിക്ക് ലൈക്ക് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോ ഞാൻ പറയും, തിരിച്ചു ഇറങ്ങുമ്പോ ഞാൻ പറയും, ഒരു നാൾ ഞാൻ തിരിച്ചു വരും. എനിക്ക് വന്ന വഴിക്കൂടെ. ഓ ഷാങ്ഫംഗ്, I was vlogging. Say hi to my vlog. Where are you? You go the Jackson's office. 10 a.m. Go. I'll be in the gate. See, will you come there? No. West gate. East gate. Yeah. I will be going from the west gate. West gate. Yeah. You come? 10 a.m. 10. Yes. Wait a me. Okay. You can call. I'll call. See you, bro. Okay. Bye. See you. Bye. അത് വീഡിയോ കിട്ടണമായിരുന്നു. ഇവിടെ വന്നപ്പോ ഡോറൊന്നുമില്ല. എന്റെ മോനെ പുതിയ സെറ്റപ്പ് ഒക്കെ. ഹലോ, ആ ഡോറ് പിടിച്ചിട്ടൊന്നും ചേണ്ടില്ലേ, പുള്ളിനെ കൊണ്ട് നിഹാ പറയണായിരുന്നു. ആ ഡോറ് പറഞ്ഞു മുമ്പോട്ട്. അങ്ങനെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ജാക്സന്റെ ഓഫീസിൽ വരാം. നീ കുറെ പ്രാവശ്യം കയറി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ആകെ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. പുള്ളി വിളിക്കണം ഞാൻ വന്നെങ്കിൽ. ഇവിടെ എല്ലാ ഡോറും മാറ്റമാണല്ലോ. എന്ത് സംഭവം? ലോട്ടറി അടിച്ചാ? 2 സുന്ദരികളെ പോകും. ഇനി ഇവരൊക്കെ ഇനി ഇങ്ങനെ കാണും. ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്റെ സുന്ദരികളോട് ആരും പറഞ്ഞിട്ടില്ല. ഗൈസ്, അപ്പൊ നമ്മള് ജാക്സന്റെ ഓഫീസിൽ കയറാൻ പോവാ. അപ്പൊ ഇപ്പൊ എന്തായാലും വീഡിയോ എടുക്കലുണ്ടാവില്ല. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കാണിച്ചു കൊടുക്കാൻ. ഇടപെടട്ടെ? സ്റ്റെപ്പ് ഇറങ്ങുന്ന ഞങ്ങൾ. ഈ പറയാം അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവള് മറ്റേ ഇത് റിയാക്ട് ചെയ്യാന്ന് പറയടി, മലയാളം റാപ്പ്. അവൾക്ക് റാപ്പ് സോങ്സ് ഭയങ്കര ഇഷ്ടാ. അപ്പൊ അവളോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ would you like to react to മലയാളം സോങ്സ് എന്ന് ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു of course why not. പക്ഷെ ആ ടൈമിൽ റഷ്യൻ ഫോണിലില്ലേ, അതായത് റഷ്യൻ യൂട്യൂബ് അക്കൗണ്ടിൽ ഞാൻ സെർച്ച് ചെയ്ത ഒരു സോങ് വന്നില്ല. മലയാളം ഒന്നല്ല, ഞാൻ ഇംഗ്ലീഷ് സെർച്ച് ചെയ്ത് നോക്കി. റഷ്യയില് എനിക്ക് ഒന്നാണ്, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുമ്പോഴും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോഴും സം കൺട്രീസ് ആർ ബീൻ റെസ്ട്രിക്റ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കില്ലേ, അതെടുത്ത് നോക്കിയാൽ ഞാൻ അത് റഷ്യ ഉണ്ടാവും. അല്ലെങ്കിൽ ആ റഷ്യൻ ഗേളിനെ കൊണ്ട് വീഡിയോ റിയാക്ട് ചെയ്യിപ്പിക്കായിരുന്നു. ഇനി ചിലടത്ത് റഷ്യനും അമേരിക്കനും ഉള്ള കാണും. എല്ലാവരെ കൊണ്ടും പണിയെടുപ്പിക്കാൻ ഗൈസ്. അങ്ങനെ അവസാനമായിട്ട് വേണമെങ്കിൽ നിങ്ങളും ഞാനും ഈ ഗ്രൗണ്ട് എന്ന് കണ്ടോ. അവസാനത്തെ നീല ഇവിടെ ഗ്രൗണ്ടിൽ കിടന്ന് ഓടാറ്. ഇത് അവരുടെ പുറകെ പോയി ഒരു ഓടിയിട്ട് വാ. ഇത് ഒരു അമ്മാമ കുഞ്ഞും കൂടെ പോകുന്നു. Say something. Really? Guys, ഇതാണ് എൻ്റെ 2 ബാഗുകൾ. അങ്ങനെ ഫൈനലി ഗായ്സ്, അങ്ങനെ ഈ 2 ബാഗും കൊണ്ടുപോവല് അത്ര സീനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്റെ അളിയാ, ഇത് ഇത്ര പാടായിരുന്നാ? അയ്യോ, ഇതറിഞ്ഞ ഒരു ബാഗ് എടുക്കൂലായിരുന്നു. ഇത് അതിൽ കളയാൻ നിന്ന ബാഗാ ഇത്. മറ്റേത് മാത്രമേ ഉള്ളൂ എൻ്റെ. ഉള്ളതൊക്കെ കൂടെ കെട്ടിപ്പറക്കി എടുത്തുകയും ചെയ്ത്. ഇതിപ്പോ എന്ത് ചെയ്യും? തിരിച്ചു പോകാൻ സമയമില്ല. പണി പാളിടും. ഇതിന് ഇങ്ങനെ വല്ലതും വലിക്കാൻ പറ്റുമോ നോക്കാം. അയ്യോ, what? Go back, man. Together? Oh, this is good. That too. Brasil. I'm gonna miss you guys. We will see you soon, inshallah. Yeah. We are all in the China. We will meet. Brasil.
Bye. See you, man. See you. We meet inshallah together again. You are all in the China, bro. Yeah, bro. Come to Sichuan. You have Yemeni food. Okay, yeah, you. Be careful, man. Okay. അങ്ങനെ സ്റ്റെനയുടെ അടുത്ത് എത്തിയേക്കാണ് ഗൈസ്. ഫൈനലായിട്ട് വെസ്റ്റ് ഗേറ്റ്. നമ്മുടെ എല്ലാ വീഡിയോയിലും പറയുന്ന വെസ്റ്റ് ഗേറ്റ് ഇനി ഇല്ല, ഇനി വേറെ ഗേറ്റ്. അല്ലോ ഇത്ര ബാഗ് ആയിട്ട് എങ്ങനെ എടക്കെന്റെ ബാഗ് പിടിക്കൂ? ഇതാര് പിടിക്കും? എടാ ഇതുപോലത്തെ ബാഗ് മേടിച്ചപ്പോ ഒന്ന് പറയായിരുന്നില്ലേ? ഞാൻ അത് പറഞ്ഞ മേടിച്ച്. ബെഡ് ഉണ്ടോ അതിനകത്ത്? അങ്ങനെ പെട്ടിയൊക്കെ വെച്ച് വെസ്റ്റ് ഗേറ്റിനോട് വിട പറഞ്ഞ് നമ്മൾ പോവാണ്. നമ്മൾ ടാക്സി കയറിയിട്ടുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ നേരെ പോകാൻ പോകുന്നത് വൈഫാങ് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. പോണ വഴിയിൽ എന്തെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ കാണിച്ചു തരാം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റേഷനിൽ കാണാം. ഓക്കെ. അങ്ങനെ 1 hour ട്രാവലിന് ശേഷം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. കണ്ടില്ല, നമ്മുടെ ലഗേജും സാധനങ്ങളൊക്കെ ഇവിടെ ഇറക്കി തന്നിട്ട് നമ്മുടെ ഡ്രൈവർ അങ്കിൾ പോയി. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഒരു സൈഡിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. പിന്നെ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ഇതിനു മുന്നേ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ. യൂണിവേഴ്സിറ്റി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അടിപൊളി ഏരിയ ആണിത്. വീഡിയോ എടുത്തപ്പോൾ തന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ പാസ്പോർട്ടൊക്കെ കാണിച്ച് ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ ബാഗ് സ്കാൻ ചെയ്തപ്പോൾ ഈ സിസേഴ്സ് ട്രെയിനയുടെ ബാഗിലുണ്ടായിരുന്നു. ഈ ചാർട്ടിൽ കാണുന്ന മാർക്കിങ്ങിൽ താഴെ ഉള്ളതാണ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഈ നൈഫും സ്റ്റെനയുടെ തന്നെയായിരുന്നു, പക്ഷെ അത് അവർ കൊടുത്തു വിട്ടില്ല. സെക്യൂരിറ്റി ചെക്കിങ് ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകേണ്ടത് നേരെ മുകളിലോട്ടായിരുന്നു. അപ്പം നമ്മൾ നൈസായിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്ത് നേരെ മുകളിലോട്ട് പോയിട്ടുണ്ട്. ഇരിക്കാനൊരു സീറ്റ് പോലും ഇല്ല, ഫുൾ ആൾക്കാർ. സ്ഥലമില്ലാത്ത തന്നെ ഓരോരുത്തർക്ക് ഇരിക്കുന്ന സ്ഥലം കണ്ട. നമുക്കൊരു പടിയെങ്കിലും ഉണ്ട്. എനിക്കൊന്നും ഇപ്പൊ ഈ ട്രെയിൻ എടുക്കും. ഇത് എടുത്താൽ ചിലപ്പോ 1000 കോടി കയറി പിടിച്ചു ഈ വീഡിയോ കണ്ടേ. ഇത് നോക്കി അവിടുത്തെ സെക്യൂരിറ്റി ചെക്കിങ്ങിന്റെ വീഡിയോ എടുക്കതാ. നിങ്ങൾ ക്യൂ കണ്ടിട്ടുണ്ടോ? നമ്മള് ഇവിടെ നിക്കണം. മറ്റേ സോ നമ്മൾ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു. ഇവിടെയും ആൾക്കാർ ഉണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. ചേനത്തിൻ്റെ നാട്ടിൽ ചെന്നാൽ നടുത്തുള്ള ചെലുത്തുന്നാണല്ലോ. ചൈനീസ് എന്തെങ്കിലും ഐറ്റം ട്രൈ ചെയ്യാന്ന് വിചാരിച്ച് വന്നേക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മെനുവിലുള്ളത്. അതിലിപ്പോൾ ബീഫിൻ്റെ ഒരു ഐറ്റമാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഇതാണ് ഇവിടുത്തെ മെനു. ഈ മെനുവിൽ ഈ ഒരു ഐറ്റമാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. വന്ന് തിന്നും പറയാ, ഇനി അത് കളയേണ്ടി വരുമോ തിന്നേണ്ടി വരുമോ. ഇതാണ് ഇവരുടെ കിച്ചൺ. ഓപ്പൺ കിച്ചണാണ്. പുള്ളിക്കാരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതാണ് നമ്മുടെ ഐറ്റം. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി കുടിക്കാൻ എന്തെങ്കിലും മേടിക്കാമെന്ന് ഓർത്ത് ഇങ്ങനെ വന്നതാണ്. അപ്പോൾ ഈ ഒരു ഷോപ്പാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇവിടെ കയറി നമ്മളൊരു ഡ്രിങ്ക് എടുത്തിട്ടുണ്ട്. ഹലോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ടിക്കറ്റ് പ്രിൻ്റ് എടുക്കണം. നമ്മൾ ഓൺലൈനിലാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ടിക്കറ്റ് പ്രിൻ്റ് എടുക്കാൻ വേണ്ടി താഴെ വന്നതാണ്. ഗൈസ് അങ്ങനെ ഫുള്ള് മൂഞ്ചിട്ടുണ്ട്. കാരണം ട്രെയിൻ ക്യാൻസൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നാണെങ്കിൽ വേറെ ട്രെയിൻ ഇല്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഇനിയിപ്പോൾ തൽക്കാലം ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ച് അതൊക്കെ റിലാക്സ് ആയിട്ട് ആലോചിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പൈസ റീഫണ്ട് ആയി. ബട്ട് ഒരു 1000 രൂപ കുറച്ചാണ് അവർ തന്നത്, സർവീസ് ചാർജ് കുറച്ചിട്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ഒരു ഐഡിയ ഇല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അങ്ങനെ ഞങ്ങൾ ഒരു പ്ലാനിൽ ഫൈനലൈസ് ആയിട്ടുണ്ട്. അങ്ങനെ ട്രെയിനിൽ പോകാനുള്ള പ്ലാനൊക്കെ മാറ്റി ഇനി ഫ്ലൈറ്റിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എയർപോർട്ട് വരെ എത്തണമെങ്കിൽ ട്രെയിൻ വേണം. ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഒരു 3 hours അല്ലേ, 3 hours കഴിയുമ്പോൾ ട്രെയിൻ ഉണ്ട്. ഇനി അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ ഒരു 1 hour ഇല്ല 40 minutes അല്ലേ, എത്രയോ നമ്മൾ നേരെ എയർപോർട്ടിലെത്തും. എയർപോർട്ടിൽ ചെന്നിട്ട് വേണം ഇനി ടിക്കറ്റിൻ്റെ കേസ് നോക്കാൻ. ട്രെയിനിൽ പോകാൻ വിശേഷങ്ങൾ കാണിക്കാന്നൊക്കെ പറഞ്ഞു തുടങ്ങിയ വീഡിയോ ഇപ്പോൾ ഫ്ലൈറ്റിൽ പോകാനുള്ള സെറ്റപ്പിലായിട്ടുണ്ട്. 3 hours later. താഴെ പോയി നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എയർപോർട്ടിലേക്ക് പോകാനായിട്ട്. അപ്പം നമ്മുടെ ടൈം ആയിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ ക്യൂവിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ആ നിൽക്കണ ഗാർഡിനെ കണ്ട പുള്ളിക്കാരി വന്നിട്ട് പറഞ്ഞു ക്യൂ നിങ്ങൾക്ക് മാറിപ്പോയി, പാസ്പോർട്ട് വെച്ച് കയറുന്നവർക്ക് വേറെ ക്യൂ ആന്ന് പറഞ്ഞു. അങ്ങനെ ഗേറ്റിനോട് ഓൾമോസ്റ്റ് അടുത്ത് നിന്ന് ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് വന്ന് നിൽക്കേണ്ടി വന്നു. ഗേറ്റിൽ പാസ്പോർട്ടൊക്കെ
കാണിച്ച് നമ്മളിതേ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. 2 കയ്യിലും ലഗേജസ് ഉള്ളതുകൊണ്ട് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. നേരെ നമ്മുടെ ട്രെയിൻ വന്ന് നമ്മളതിനകത്ത് കയറി സീറ്റൊക്കെ കണ്ടുപിടിച്ച് ഇരുന്ന് ലഗേജസ് ഒക്കെ വെക്കാനുള്ളിടത്ത് വെച്ച് ഒന്ന് റിലാക്സ് ആയിട്ടാണ് വീഡിയോസ് എടുത്തത്. ഇതുവരെയുള്ള ജേർണിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായങ്ങളാണ്. കറണ്ട് സ്പീഡാണത് 196. നാളെ നമ്മൾ നീങ്ങാലോ. നാളെ കേരളം മൊത്തം ഓണം ആഘോഷിക്കുക. നമ്മൾ ഫ്ലൈറ്റിൽ ആഘോഷിക്കുക. സ്റ്റാൻഡേർഡ് തിരുവാതിര. എത്ര സ്പീഡിൽ പോകണമെങ്കിലും അറിയത്തില്ല അല്ലേ. ട്രെയിൻ വെറുതെ പോകുന്നു. നെക്സ്റ്റ് സ്റ്റോപ്പ് നമ്മുടെയാണ്. അപ്പം നമ്മളിത് ബാഗ് സാധനങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. കുറേ ആൾക്കാർ ഇവിടെ എയർപോർട്ടിലേക്കുള്ളവരുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ ബാഗ് സാധനങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി ഇതേ നടക്കുവാണ്. ഈ ഒരു സ്റ്റേഷൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് സ്റ്റെയർ കയറി മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരെ എയർപോർട്ടിലേക്ക് കയറാൻ പറ്റും. നമ്മുടെ കൊച്ചി മെട്രോ ഒക്കെ അങ്ങനെ ആക്കുമായിരുന്നെങ്കിൽ നമുക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരുന്നു. ഗൈസ്, അങ്ങനെ നമ്മള് എയർപോർട്ടിലെത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ വന്ന ഫ്ലൈറ്റിന്റെ കാര്യമൊക്കെ അന്വേഷിച്ച് ടിക്കറ്റ് നോക്കിയപ്പോൾ 900 യുവാന്, അതായത് നമ്മൾ നോർമലി ആപ്പിൽ ബുക്ക് ചെയ്യണേക്കാളും കൂടുതൽ. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, ആപ്പിൽ തന്നെ ബുക്ക് ചെയ്തിട്ട് നാളെ മോർണിംഗിലെ ഫ്ലൈറ്റിന് പോവാന്നുള്ള ഡിസിഷൻ എടുത്തു. ആകെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് 6 to 8 hours നമുക്ക് ഇവിടെ ഏകദേശം നിൽക്കേണ്ടി വരും. ലൈക്ക് മോർണിംഗ് ആണ് ഫ്ലൈറ്റ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 10 o'clock ആയിട്ടേ ഉള്ളൂ. മോർണിംഗ് 7:30 ആവണ വരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. 7:30 ആക്ച്വലി ഫ്ലൈറ്റ് എടുക്കും. അപ്പൊ അതിന് മുന്നേ നമുക്ക് കുറെ പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ നിങ്ങൾക്ക് അറിയാലോ, കുറച്ച് സമയം അങ്ങനെ പോയി കിട്ടും. ഇപ്പൊ നമ്മൾ മേളില് ഫുഡ് കോർട്ടിലേക്ക് പോവാണ്. ഉച്ചയ്ക്ക് ഞാൻ കാണിച്ചു തന്ന ആ റോളില്ലേ, അത് കഴിച്ചിട്ടിരിക്കണത്. അപ്പൊ ബാഗ് സാധനങ്ങളൊക്കെ സ്റ്റെനിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഷോപ്സ് ഒക്കെ നോക്കാൻ വേണ്ടി മേളിലേക്ക് വന്നതാണ്. ഷോപ്സിന്റെ എണ്ണമാണെങ്കിൽ ഒരു കണക്കുമില്ല ഇവിടെ. നമ്മൾ സ്റ്റെനിനെ കൊണ്ട് വരാണ്ട് നന്നായി. അവൾക്ക് ഓൾമോസ്റ്റ് മതിയായിരിക്കും ഈ ജേണി. പിന്നെ ഞാൻ നേരെ താഴത്തേക്ക് പോയി ഒന്ന് വാഷ്റൂമിൽ പോയി ഒന്ന് ഫ്രഷ് അപ്പ് ആയി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മേളിലേക്ക് പോയി ഫുഡ് കഴിക്കാനുള്ള പ്ലാനാണ്. ഫേസ് വാഷ് ഇട്ടൊന്ന് കഴുകി കഴിഞ്ഞപ്പോൾ തന്നെ പാതി ആശ്വാസമായി. ബാഗൊക്കെ ഇവിടെ ഒരു സൈഡിൽ ഒതുക്കിയിട്ട് നേരെ മോളിൽ പോയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. അങ്ങനെ കുറെ നേരത്തെ എൻ്റെ തിരച്ചിലിന് ശേഷം ഫൈനലി എനിക്കും സ്റ്റെനക്കും ഓക്കെ ആയിട്ട് തോന്നിയ ഒരു ഷോപ്പാണിത്. ഷോപ്പിന്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ദേ ഇവിടെ കൂടെ നോക്കുവാണെങ്കിൽ നമ്മുടെ ബർഗറൊക്കെ ഉണ്ടാക്കുന്നത് കാണാൻ പറ്റും. ഷോപ്പിന്റെ മൊത്തത്തിലുള്ള ആംബിയൻസും അടിപൊളിയായിരുന്നു. നമുക്ക് സീറ്റിംഗ് ഏരിയ പല സൈഡിലും പല രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. നല്ല വിശപ്പുണ്ടായതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഞാനതങ്ങ് വേഗം കഴിക്കുമായിരുന്നു. പിന്നെ ഈ ഒരു സാധനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുന്ന അറിയില്ല, നമ്മുടെ പല വ്ളോഗിലും കാണിച്ചിട്ടുണ്ട്. എൻ്റെ പേരുള്ള സ്നാക്സ് വെയ്ഫാങ്ങിൽ നിന്ന് പോരുന്നേക്കാൻ മുന്നേ ഞാൻ ഇതൊരെണ്ണം വാങ്ങി ബാഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ താഴത്തേക്ക് വന്ന് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വരെ ഇവിടെ ഇരിക്കണം. So if you could visit any part of China, which one will you visit? Really nice. Yeah. I think Hangzhou is very good. The air is very beautiful. What is so special about it? I'm not sure the name is Xihu. Do you go to there before? No. Actually, this is my first time in China. And the first place I have been is Weifang. Yeah. I can show you some picture. Okay. And then, Oh, really that's beautiful. Yeah. Oh, The lake. yeah. And That the looks bridge. like in a movie. I think when you have a free time, you can travel to there. അങ്ങനെ നമ്മൾ ചെറുക്കനായിട്ട് വർത്താനം പറഞ്ഞ് കുറേ സമയം അങ്ങനെ കളഞ്ഞു. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മളിതേ ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് കയറാൻ പോവുകയാണ്. ബട്ട് ഈ വീഡിയോയുടെ ലെങ്ത് കൂടുതലാണ്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. സോ സീ യു ഗൈസ് ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഒരു ബാഗ് മൊത്തം ഉള്ള സാധനങ്ങൾ കളയേണ്ടി വരും. ഈ വ്യൂ എങ്ങനെയുണ്ട്? ഈ ബീജിങ്ങിലോട്ട് പോയിട്ട് ഇനി അവിടെ നിന്ന് ഒരു പോക്കുണ്ട്. ഹലോ, വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. ബൈ.